സ്വാഗതം ഇൻസൈറ്റ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഡീപ് ഫേക്ക് വീഡിയോസ് നിർമ്മിക്കുന്നത്, വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്, ഇതൊക്കെ കുറച്ച് കാലമായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസുകളും നമ്മുടെ മുമ്പിലുണ്ട്. വലിയ സെലിബ്രിറ്റികളുടെ വ്യാജ വീഡിയോകൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ച സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് സംബന്ധിച്ച കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. മുൻകാലം മരിച്ചുപോയ നേതാക്കളുടെ പ്രസംഗങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്തിട്ട് അവർ സംസാരിക്കുന്നത് പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഫേക്ക് വീഡിയോസ് ഉണ്ടാക്കി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് വിവരങ്ങൾ, വീഡിയോകൾ, മറ്റ് കണ്ടൻറ്റ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള വലിയ പ്രചരണം നടന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് BJP ആണ്. പലതരത്തിലുള്ള പരാതികൾ അതേക്കുറിച്ചുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ആർട്ടിഫിഷ്യൽ ഇത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ, ഇത് സംബന്ധിച്ചുള്ള വാഗ്വാദങ്ങളൊക്കെ നേരത്തെ ഉണ്ട്. അന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി റിലേറ്റ് ചെയ്ത് മാത്രം ഒരു നിയമനിർമ്മാണത്തിന് തൽക്കാലം കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. നിലവിലുള്ള ചട്ടങ്ങളും നിയമവ്യവസ്ഥകളും തന്നെ ഇത് നിയന്ത്രിക്കാൻ പര്യാപ്തമാണ് എന്നൊക്കെയായിരുന്നു. എന്നാൽ ഇപ്പോൾ 2021 അന്ന് തന്നെ വിവാദ വിധേയമായ അല്ലെങ്കിൽ തർക്ക വിഷയമായ IT റൂൾസ്, അതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സവിശേഷമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ഭേദഗതികൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ കരട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കരടിന്മേൽ ജനങ്ങൾക്ക് നവംബർ 6 വരെ അഭിപ്രായം അറിയിക്കാനുള്ള അവസരമുണ്ട്. അതായത് 4 വ്യവസ്ഥകളാണ് പ്രധാനമായിട്ടും അതിലുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണ്ടൻറ്റ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു കണ്ടൻ്റ് ആണ് എങ്കിൽ അത് കൃത്യമായി രേഖപ്പെടുത്തണം. അത് ദൃശ്യമാണെങ്കിൽ അതിൻ്റെ 10% ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് രേഖപ്പെടുത്തുന്ന വിധത്തിലായിരിക്കണം അത് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത് എന്നതാണ് ഒന്ന്. ഓഡിയോ ആണെങ്കിൽ ആ ഓഡിയോയ്ക്കുള്ളിൽ കൃത്യമായ ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഇത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് രണ്ടാമത്തത്. മറ്റൊന്ന് കണ്ടൻറ് റിമൂവൽ. ഇത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച കണ്ടൻറ് ഏതെങ്കിലും തരത്തിൽ വെറുപ്പുൽപ്പാദിപ്പിക്കുന്നതോ അല്ലെങ്കിൽ വ്യാജം പ്രചരിപ്പിക്കുന്നതോ ഒക്കെ ആണെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ കോടതി ഉത്തരവും അതിനൊപ്പം ഗവൺമെൻറ് തീരുമാനിച്ചാൽ റിമൂവ് ചെയ്യണം എന്നൊരു വ്യവസ്ഥ കൂടി അതിലുണ്ട്. അതുപോലെ എന്താണ് ഈ ആർട്ടിഫിഷ്യൽ കണ്ടൻറ്റ് എന്ന് നിർവചിക്കുന്നുണ്ട് ഈ ഡ്രാഫ്റ്റ് റൂൾസിൽ. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നതോ അല്ലെങ്കിൽ മാറ്റം വരുത്തുന്നതോ എന്നാണ് ആ നിർവചനത്തിൽ പറയുന്നത്. അങ്ങനെയാണോ മുഴുവനായ AI എന്ന് പറയുന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോഡക്റ്റ് എന്ന് നമ്മൾ വേറെ തന്നെ ആലോചിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് യൂസർ വെരിഫിക്കേഷനാണ്. അത് ഈ കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുകയോ പ്രൊപ്പഗേറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് ആരാണ് എന്നത് കൃത്യമായ വെരിഫിക്കേഷൻ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ നൽകണം എന്നുള്ള വ്യവസ്ഥയാണ് കേന്ദ്ര സർക്കാർ വെച്ചിരിക്കുന്നത്. ഇതേക്കുറിച്ച് വലിയ വിമർശനങ്ങളുണ്ട്. നമുക്കൊപ്പം ഉള്ളത് ദാമോദർ പ്രസാദാണ്. 2021 ഇതുപോലെ സമാനമായ കുറേ ഭേദഗതികളാണ് കൊണ്ടുവന്നിരുന്നത്. ഇത്തരം കുറേ വിവരങ്ങൾ ഷെയർ ചെയ്യണം എന്നത്. അന്നും ഈ എന്താ പറയുക, ഈ പ്ലാറ്റ്ഫോമുകൾ വ്യാജ വിവരങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അത് തടയാൻ വേണ്ടിയിട്ടാണ് വ്യവസ്ഥകൾ എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയും അവരെ പിന്തുണയ്ക്കുന്ന ഇതര സംഘപരിവാര സംഘടനകളും ഫേക്ക് വീഡിയോയുടെ നിർമ്മാണവും വ്യാജ വിവരങ്ങളുടെ വിതരണവും ഉൽപ്പാദനവും നിർത്തിയാൽ തന്നെ ഇപ്പോൾ രാജ്യത്ത് വിതരണം ചെയ്യപ്പെടുന്ന വ്യാജങ്ങളുടെ ഒരു ഏതാണ്ട് 70% ഇല്ലാതാവും. അതവിടെ നിൽക്കുകയാണ്. ഈ വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത് എന്നുള്ളൊരു വൈരുദ്ധ്യം കൂടെ അവിടെ ഉണ്ട്. പുതിയ വ്യവസ്ഥകളെ എങ്ങനെ കാണുന്നു? അതായത് ഇതിൻ്റെ അകത്ത് രാജ്യം സൂചിപ്പിച്ച 2001 IT ആക്ടിൽ ഭേദഗതി വന്നിരിക്കുകയാണ്. അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു വലിയ നിർബന്ധം അതിൻ്റെ അകത്തുണ്ട്. കാരണം വ്യാപകമായ രീതിയിൽ ഡീപ് ഫേക്ക് വീഡിയോസും അതായത് AI നിർമ്മിതമായിട്ടുള്ള ഇമേജസ് വ്യാപകമായിട്ട് പരക്കുന്നുണ്ട്. അപ്പോൾ അത് പലതരത്തിൽ പല ആൾക്കാരും പേഴ്സണാലിറ്റി റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കോടതിയിൽ പോയി അവകാശം വാങ്ങുന്ന സ്ഥിതിയുണ്ട്. വ്യക്തിഹത്യ നടത്താൻ, ആൾക്കാരെ തേജോധനം ചെയ്യാൻ, അതുപോലെ തന്നെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനൊക്കെ തന്നെ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ഡീപ് ഫേക്ക് വീഡിയോസ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. സിന്തറ്റിക് ഇമേജസ് എന്ന് അവർ വിളിക്കുന്ന പോലെ. അപ്പോൾ അത് നിയന്ത്രണം വിധേയമാക്കണം എന്നുള്ളൊരു ഒരു വലിയ ചർച്ച ആഗോളതലത്തിലുണ്ട്. അതെങ്ങനെ നിയന്ത്രണ വിധേയമാക്കും? യൂറോപ്യൻ യൂണിയനൊക്കെ അതിനുവേണ്ടി മാത്രം നിയമം കൊണ്ടുവന്നു. അപ്പോൾ അത് നിയന്ത്രണം വിധേയമാക്കാൻ മറ്റു വഴി, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രചരണം അത് വ്യാപകമായി. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിക്കെതിരെ തന്നെ കോൺഗ്രസിൻ്റെ ഹാൻഡിൽ നിന്നൊരു നരേന്ദ്രമോദി ട്രംപും സംസാരിക്കുന്നൊരു ഫേക്ക് വീഡിയോനെ കുറിച്ച് അവർ തന്നെ BJP തന്നെ പറയുന്നുണ്ട്.
അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം BJP യെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം അവർക്ക് ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യം നേരത്തെ ഞങ്ങളാണ് ഉണ്ടാക്കിയിരുന്നത്, ഇപ്പോൾ തിരിച്ചിട്ടാണോ പ്രശ്നം? അത് തന്നെ ആയിരിക്കണം. കാര്യത്തിൽ വ്യാപകമായിട്ട് ഫേക്ക് വീഡിയോസും ഉപയോഗിക്കുന്നു. അത് പക്ഷേ ഫോട്ടോഷോപ്പ് ലെവൽ വീഡിയോസായി ഉപയോഗിച്ചിരുന്നത്. കൂടുതൽ സാങ്കേതിക മികവുള്ള AI വീഡിയോ വന്ന സ്ഥിതിക്ക് പുതിയ ആൾക്കാർ നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കുകയും അതിനുള്ള ഒരുപാട് ടെക്നോളജി ഇപ്പോൾ കോമ്പീറ്റിംഗ് സ്പേസ് വന്ന സമയത്ത് നിയന്ത്രിക്കാൻ കാര്യം ആൾക്കാർ തെറ്റിദ്ധരിക്കണം. ഇലക്ഷനൊക്കെ വ്യാപകം ഉപയോഗിക്കാം. എന്നിരുന്നാലും ഇതിൻ്റെ പൊതുവിൽ സ്വഭാവം അനുസരിച്ചിട്ട് ഇത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. കാര്യം AI വീഡിയോസും ഡീഫേക്ക് വീഡിയോസും നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. നിയന്ത്രിക്കപ്പെടുന്ന പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വന്നിട്ടുള്ള കാര്യം വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. വളരെ നേരത്തെ രാജീവ് സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് കാര്യമാണ്. ഇത് AI വീഡിയോ എന്ന് ആൾക്കാരെ അറിയിക്കണം. ആ ഓഡിയോ ആണെങ്കിൽ ആദ്യത്തെ 10 സെക്കൻഡ്, വീഡിയോ ആണെങ്കിൽ അടിയിൽ 10 സെക്കൻഡ്, അതിന് 10% സ്പേസിൽ എഴുതി കാണിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ള നിബന്ധന. അതുപോലെ തന്നെ അത്ര AI വീഡിയോ ആർക്ക് അത് റിമൂവ് ചെയ്യാനെക്കുറിച്ചുള്ള തീരുമാനം. ഇത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു യൂറോപ്യൻ യൂണിയനൊക്കെ മാതൃകയായിക്കൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് വരാൻ ഇത് അനിവാര്യമായ സാഹചര്യമുണ്ട്. കാരണം ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു. വ്യക്തിഹത്യ ഉപയോഗിക്കുന്നു. പ്രത്യേക സിനിമാ താരങ്ങളെ ബന്ധപ്പെട്ട ഒരുപാട് സ്ത്രീകളെയൊക്കെ അപകീർത്തിപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവ് സ്റ്റെപ്പായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ രാഷ്ട്രീയപരമായിട്ട് എന്താ പറയുക, BJPക്ക് ഒരു ഭയപ്പാടുണ്ടാവണം. കാര്യം ഇതിൻ്റെ തോതിൽ വലിയ തോതിലുള്ള ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ ഇത് ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്കതിലും ഒരു ആശങ്ക കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംഘപരിവാറാണ് വ്യാപകമായിട്ട് ഫേക്ക് വീഡിയോസ് അവർക്ക് വിദഗ്ധമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത പല ആൾക്കാരുണ്ടായിരിക്കും. രാഷ്ട്രീയമായിട്ട് ഇത്തരം വലതുപക്ഷ ആശയങ്ങളാണ് ഇത്തരം ഫേക്ക് വീഡിയോസിലൂടെ കൂടുതൽ പ്രചരിപ്പിക്കാൻ എളുപ്പം. കാരണം ഈ ഫേക്ക് വീഡിയോസ് റിസീവ് ചെയ്യുന്ന എൻഡിൽ ഒരു തീരെ ക്രിട്ടിക്കലല്ലാത്ത ഒരു സ്വീകരണമാണ് ലഭിക്കുകയാണെങ്കിൽ ഇതൊക്കെ വലിയ തോതിൽ ഭവിഷ്യത്തിലുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ഇത് ഒരു തരത്തിൽ വളരെ പോസിറ്റീവായിട്ടൊരു സ്റ്റെപ്പായിട്ട് കാണണം. പക്ഷേ അത് പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പായി കാണുമ്പോൾ തന്നെ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ഈ 2021 റൂൾസ് ചട്ടങ്ങൾ കൊണ്ടുവന്ന സമയത്ത് അതിലും ഈ ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്താ പറയുക സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വിഡ്രോ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് വിഡ്രോ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ഈ പ്ലാറ്റ്ഫോമിനായിരിക്കും എന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നൊരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് തോന്നുന്ന വീഡിയോ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ്, ഒരു വിവരം ഈ പ്ലാറ്റ്ഫോമുകൾ അത് അപ്പം തന്നെ വിഡ്രോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം പ്രകടിപ്പിക്കപ്പെട്ടിരുന്നു. അതുപോലെ അന്നും ഉണ്ടായിരുന്നു ഒന്നുകിൽ കോടതി ഉത്തരവ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ. ഇവിടെയും അത് പറയുന്നുണ്ട്, ഒന്നുകിൽ കോടതി ഉത്തരവ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ. ഇത്തരം കാര്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അത് ഏത് വിധത്തിലായിരിക്കും? അതൊരു സെൻസർഷിപ്പിൻ്റെ സ്വഭാവത്തിലേക്ക് വരാനുള്ള സകല സാധ്യതയില്ല ഈ ഗവൺമെൻറ് കാലത്ത്. അല്ല, ഇപ്പോൾ ഇന്ന് 2 ഭേദഗതിയാണല്ലോ പറഞ്ഞിട്ടുള്ളത് IT ആക്ടിൽ. ഒന്നാം സംബന്ധിച്ചിടത്തോളം AI ബന്ധപ്പെട്ട്, മറ്റൊന്ന് സോഷ്യൽ മീഡിയ കണ്ടന്റ് ഉൾപ്പെടെ റിമൂവ് ചെയ്യുന്നതിൽ അതെനിക്ക് തോന്നുന്നു മുമ്പ് അത് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് ചെയ്യാനായിട്ട് പുതിയ നിയമം അനുസരിച്ചിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഡയറക്ടറോ അങ്ങനെ എന്തോ ആ പോസ്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ ആ ലെവലിലെ ആൾക്കാർക്കാണ് ഏറ്റവും ഉത്തരവാദിത്ത പോസ്റ്റിലെ ആൾക്കാർ നിർദ്ദേശം അനുസരിച്ചിട്ട് ചെയ്യാൻ പാടുന്ന ഒരു പുതിയ ക്ലോസും കൂടി വന്നിട്ടുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്രയും ആ തീരുമാനം എടുക്കുന്നവരെ ഒരുപക്ഷെ തെറ്റായി വരാണെങ്കിൽ ഒരു പോലീസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് മാറ്റണമെന്നില്ല. കാര്യം DGP റാങ്കൊക്കെ പറയുന്നുണ്ട് ആ റാങ്കിൽ ഉദ്യോഗസ്ഥനാണ് ഇത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നില അത്രയും സമയം ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ പോലെ ഈ കാര്യമാണ് ഈ AI സംബന്ധിച്ചിടത്തോളം ഈ പ്ലാറ്റ്ഫോമുകൾക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തം കൊടുക്കുകയും ആരെയും നിർദ്ദേശിക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ് ഇത് വ്യാപകമാക്കാനും സാധ്യത. പല ഫേക്ക് ന്യൂസുകളും ഫേക്ക് വീഡിയോസും പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ് പല രീതിയിലും അതിൻ്റെ അൽഗോരിതം തന്നെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ആ നിലയിലൊരു അക്കൗണ്ടബിലിറ്റി സർക്കാരിനും സർക്കാർ സംവിധാനത്തിനും വരുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. കാര്യം നാളെ ആർക്കെങ്കിലും വന്നാൽ സർക്കാരിനെ തന്നെ സമീപിക്കാവുന്ന കാര്യം. പ്ലാറ്റ്ഫോമുകളുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം നിർമുക്തമാക്കല്ല, പ്ലാറ്റ്ഫോമിന് ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഇത് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ രാജീവ് സൂചിപ്പിച്ച പോലെ ഇത് എവിടെ നിന്ന് ഈ AI ജനറേറ്റ് ചെയ്യപ്പെട്ടു, ഇതിൻ്റെ സോഴ്സ് എന്താണെന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരുമ്പോൾ അത് ഏറെക്കുറെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. കാര്യം വലിയ തോതിൽ തന്നെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ വലിയ തോതിൽ ഇത് പേഴ്സണലായിട്ട് തന്നെ അവരുടെ സ്ത്രീകളുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലാണ് ഈ പ്രചരണം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ഒരുപാട് സെലിബ്രിറ്റി നടികൾ മാത്രമല്ല വ്യക്തികളെ പോലും വളരെ അപകീർത്തിപ്പെടുന്ന വിധത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലയിൽ ഉത്തരവാദിത്തം എവിടെയെങ്കിലും ഒരു പ്ലേസ് ചെയ്യുക എന്നുള്ളതൊരു അതിൻ്റെ അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ആ നീക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പ്രാവർത്തികമായി വരുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലാണ് വരിക എന്നുള്ള കണ്ടതിന് നമുക്കിതിപ്പോൾ എന്തായാലും നവംബറിന് ശേഷം നിയമം നടപ്പാക്കാമുള്ളൂ. എന്തൊക്കെ തുടർ നിയമ നടപടികളാണ് ഉണ്ടാവുക? ഉദാഹരണത്തിന് ഇപ്പോൾ എന്താ പറയുക, എല്ലാ ആൾക്കാരും ഇതുപോലെ തന്നെ ഈ വലിയൊരു പാരാവാരം പോലെ കിടക്കുന്ന സോഷ്യൽ മീഡിയക്കകത്ത് AI ജനറേറ്റ് ഇമേജ് നമുക്ക് വെറുതിരിക്കാൻ പറ്റാത്ത രീതിയിൽ AI ഇമേജുകളാണ് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ട സമയത്ത് ഇതിൽ ഇല്ലാതെ വരാനും സാധ്യതയുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും കേസിൻ്റെ അടിസ്ഥാനത്തിൽ
നാളെ ഇപ്പോൾ അത് നീക്കം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് ആരാണോ പ്രചരിപ്പിച്ച ആൾക്ക് ഉത്തരവാദിത്തം പറയേണ്ടി വരും. പക്ഷേ നമ്മുടെ ഇന്നിപ്പോൾ നമ്മൾ വ്യവഹരിക്കുന്ന ഭൂമികയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയുടെ സ്പേസ് എന്ന് പറഞ്ഞാൽ വേറെ തരത്തിലേക്ക് അത് വികസിച്ച് കഴിഞ്ഞു. അത് നമ്മൾ ഫേസ്ബുക്കിനെയോ റെഡിറ്റിനെയോ ഒരു ഇൻസ്റ്റാഗ്രാമിനോ കാണുന്ന തരത്തിൽ അപ്പുറത്തേക്ക് തരത്തിലുള്ളൊരു വ്യാപനം സോഷ്യൽ മീഡിയയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ വ്യാപനം. അപ്പോൾ അത് ഏതൊക്കെ തരം നിയന്ത്രിക്ക് വിധേയം പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാര്യം നമ്മുടെ ഒരു ഈ സോഷ്യൽ മീഡിയ തന്നെ ഒരു പരമ്പരാഗത ലെഗസി മീഡിയയുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ ഒരു തരം ഒരു ലെഗസിയാണ് കാണുന്നത്. അതിനപ്പുറത്തേക്കുള്ള തരത്തിലുള്ള വ്യാപനവും കണ്ടൻറ് ജനറേഷനും തീർത്തും അത്തരം കണ്ടൻറ് ജനറേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പുതിയ AI ആപ്പൊക്കെ അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൻ്റെ ഒരു വീഡിയോ, ഇപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ ചെയ്യുന്ന വീഡിയോ യൂട്യൂബിന് ഒരു ആപ്പുണ്ട്, ആ ആപ്പിൽ കൊടുത്തതിൻ്റെ മൊത്തം കണ്ടൻറ്റ് സമ്മറൈസ് ചെയ്ത് പറഞ്ഞുതരും ഉള്ളത്. അപ്പോൾ ആ നിലയിൽ ഇതിൻ്റെ പല വിവിധ ആപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിന്യാസ രീതികൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലപ്പോഴും പല സോഷ്യൽ മീഡിയയെക്കുറിച്ചുള്ള നമ്മുടെ ഞാൻ പേര് പറഞ്ഞില്ലെങ്കിൽ കൂടി ആ മീഡിയയ്ക്ക് ഒരു ലെഗസി മീഡിയയെ കഴിഞ്ഞു. നമ്മൾ ഏറ്റവും യുവാക്കളുടെ മീഡിയ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പോലും ഒരു ലെഗസി മീഡിയയുടെ ഭാഗമായി മാറി. അതിനപ്പുറത്തേക്ക് ആപ്പുകളിലൂടെയൊക്കെയുള്ള വിന്യാസം വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനിൽ വലിയ മാറ്റം വരുമ്പോൾ ഇതൊക്കെ ഏതൊക്കെ രീതിയിലാണ് AIയുടെ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന AIയുടെ സിന്തറ്റിക് ഇമേജിനെ കുറിച്ചാണ്. അതിനപ്പുറത്തേക്കുള്ള AI വളരെ ട്രാൻസ്ഫോമിംഗ് ആയിട്ട് AI പ്രവർത്തിക്കുന്നുണ്ട്. ഇത് പറഞ്ഞ പോലെ തന്നെ പല പുതിയ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാനും വീഡിയോ സമ്മറൈസ് ചെയ്യാനും തുടങ്ങി പല കാര്യങ്ങളിലും AIയുടെ ടെക്നോളജിയും ടൂൾസും വ്യാപിപ്പിച്ചു. AI ആപ്സുകൾ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഒരു AI ടൂൾ എടുക്കുക. ഇപ്പോൾ AI നമുക്ക് കണ്ടുപിടിക്കാൻ ഉദാഹരണത്തിന് AI ഒരു ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്തു. അതിന് ഹ്യൂമനൈസ് ചെയ്യാൻ ഒരു AI ആപ്പ് ഉണ്ട്. അതിൽ മനുഷ്യരുടെ എററൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് AI ആണോ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അത് മാറ്റുന്നുണ്ട്. അത് തന്നെ AI ആപ്പ് മനുഷ്യനിർമ്മിതമല്ല, ഈ വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ആക്കി തരും. അപ്പോൾ അങ്ങനെ ഇതിലുള്ള പുതിയ വിന്യാസങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അനുദിനം ഇതിൻ്റെ അകത്ത് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ ടെക്നോളജി നിയമങ്ങൾ കോപ്പപ്പ് ചെയ്യുക എന്നുള്ള കാര്യം സംശയമുണ്ട്. കാര്യം ത്വരിതഗതിയിലാണ് ത്വരിതഗതിയിൽ ഇന്നോവേഷൻ നടക്കുന്നത്. അപ്പോൾ ആ ഒരു സങ്കീർണ്ണ സ്ഥിതിക്കകത്ത് ഇതൊരു സ്റ്റെപ്പാണ് മുന്നോട്ട്. പക്ഷേ ഇവിടെ കൊണ്ട് നിൽക്കുന്നുള്ള കാര്യം ഡീപ്പ് ഫേക്ക് വീഡിയോ ബന്ധപ്പെട്ട് ഡീപ്പ് ഫേക്ക് പഴയ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ അകത്ത് ഈ നിലവിൽ ഇമേജുകളെ രൂപാന്തരം ചെയ്തും, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറഞ്ഞു ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി വളരെ പഴയ നേതാക്കളുടെ മരണപ്പെട്ട പഴയ നേതാക്കളുടെ അവരുടെ ഇമേജുകളൊക്കെ ഉപയോഗിക്കുക, അവർ വന്ന് സംസാരിക്കുക, അവർ നമ്മൾ വന്നിരുന്നു. അതെ, അത് ആർട്ടിഫിഷ്യൽ ഇമേജ് ആണ് എന്ന് അത് രേഖപ്പെടുത്തിയുണ്ട്. അപ്പോൾ അങ്ങനെ അഭിസംബോധന ചെയ്യുന്നതും അതുപോലെ നിലവിലുള്ള നേതാക്കൾ തന്നെ വേറെ രീതിയിലൊക്കെ അവരുടെ വിന്യാസമൊക്കെ ഇതിൽ ഉപയോഗിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് തന്നെ AIയുടെ സ്വഭാവം മാറി. ഇന്ന് വരുന്ന സിന്തറ്റിക് ഇമേജിൻ്റെ അപ്പുറത്ത് തന്നെ തരത്തിൽ വേറെ തരത്തിലുള്ള വിന്യാസങ്ങൾ സാധ്യമാവുന്ന ഒരു കാലം ഇതാണ്. അതായത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അനുനിമിഷം ഇതിനകത്ത് പുതിയ പുതിയ ആപ്പുകൾ ഉണ്ടാകുന്ന പുതിയ രീതിയിലുള്ള കണ്ടന്റ് ജനറേഷൻ സാധ്യത വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഡീപ് ഫേക്ക് എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് സിന്തറ്റിക് ഇമേജ് നമ്മൾ പറയുന്ന സമയത്ത് ആ ഡീപ് ഫേക്ക് തന്നെ ഒരു ഹ്യൂമനൈസ് ചെയ്തുകൊണ്ട് അത് ഡീപ് ഫേക്ക് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തുള്ള ഇമേജ് ക്രിയേഷൻ പോസിബിൾ ആക്കുന്ന ആപ്പുകൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി എന്തൊക്കെ തരത്തിലുള്ള പ്രത്യാഘാതം സൃഷ്ടിക്കും ഏതൊക്കെയാണെന്നുള്ള പറയാം. അപ്പോൾ ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഈ നിയമം 2025 നടപ്പാക്കിയാലും 2027 2 വർഷം വരാൻ പോകുന്ന AIയുടെ പുതിയ ഡെവലപ്മെൻറ്റിന് ചിലപ്പോൾ ഈ നിയമം ഇത് പഴയ നിയമമായി മാറും, ബാധകമല്ലാതെ മാറും. അപ്പോൾ അങ്ങനെ ഒരു വളരെ ഹൈലി ഇന്നോവേറ്റീവ് മേഖലയാണ്. AI മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സമഗ്രമായ നിയമനിർമ്മാണം കേന്ദ്ര സർക്കാർ ഇപ്പോൾ തൽക്കാലം ആലോചിക്കുന്നില്ല എന്നാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ പറയുന്നത്. നിലവിലുള്ള 2000 നിയമത്തിൻ്റെ ചട്ടങ്ങൾ ഭേദഗതി വരുത്തിക്കൊണ്ട് ഇതിനെ നേരിടുക എന്നുള്ളൊരു ഇതിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോഴും നിൽക്കുന്നത്. അവിടെ ഒരു പ്രശ്നം, ഇതിപ്പോൾ കാലം ആവശ്യപ്പെടുന്നൊരു സംഗതിയാണ്. ഇത് വലിയ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്, അത് നിയന്ത്രിക്കേണ്ടതാണ്, ഇതൊക്കെയാണ്. പക്ഷേ ഈ 2021 ഈ ഭേദഗതി കൊണ്ടുവന്നപ്പോഴും ഇപ്പോഴും ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനെ പോലെയുള്ളൊരു സംവിധാനം മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടും സെൻസറിങ്ങിന് വേണ്ടിയും ഉപയോഗിക്കാനുള്ള ഒരു വലിയ സാധ്യത അവിടെ ഇല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പറയുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോടതി വിധി സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ അതിനെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, ഇതിനൊക്കെയുള്ള സാധ്യത നിലനിൽക്കില്ല. അപ്പോൾ പുതിയ ടെക്നോളജി, പുതിയ കമ്മ്യൂണിക്കേഷൻ ശൃംഖലകളിലൊക്കെ ഇടപെടുക എന്ന് പറയുന്നൊരു പണി കൂടെ കേന്ദ്ര സർക്കാർ. അത് കേന്ദ്ര സർക്കാർ കുറച്ചു കാലമായിട്ട് നമ്മുടെ IT മേഖലയ്ക്ക് ഇപ്പോൾ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമമാണെങ്കിലും എല്ലാ നിയമത്തിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു വെർച്വൽ ഹിന്ദു രാഷ്ട്രം സങ്കല്പത്തിനകത്ത് തന്നെ ഉപയോഗിക്കാനുള്ള സാധ്യതകളൊക്കെ നമ്മൾ നിലനിൽക്കുന്നുണ്ട്. അതില്ല നമുക്ക് പറയാൻ പറ്റില്ല, അതിന് പല നീക്കങ്ങൾ നടക്കും.
അങ്ങനെ ആ സാമൂഹ്യ മാധ്യമം അതുപോലെ രണ്ട് കാര്യങ്ങൾ അതിൽ നമുക്ക് നോക്കണം. ഒന്ന്, നിലവിൽ ഒരു പ്രതിപക്ഷ കണ്ടൻറ്റുകളെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അത്തരം വിമർശനാത്മക കണ്ടൻറ്റുകളെ നിയന്ത്രിക്കുക. മറിച്ച് ഇതുപോലെ തന്നെ ഫേക്കായിട്ടുള്ള പ്രൊപ്പഗാൻഡ കണ്ടൻറ്റുകളെ, പ്രചരണാത്മക കണ്ടൻറ്റുകളെ അതിന് വിന്യാസം കൊടുക്കുക എന്നുള്ള സാധ്യതയുണ്ട്. അത് നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മളൊരു ഇക്കോസിസ്റ്റം എന്ന് വിളിക്കുന്നത് വളരെ വലതുപക്ഷ ഇക്കോസിസ്റ്റത്തിലാണ് സത്യത്തിൽ AI ആണെങ്കിലും സോഷ്യൽ മീഡിയയും പ്രവർത്തിക്കുന്നത്. ഒരു കാലം സോഷ്യൽ മീഡിയയെക്കുറിച്ച് പറഞ്ഞ സങ്കല്പങ്ങളൊക്കെ ഇന്ന് അപ്രസക്തമാണ്. പറയുമ്പോൾ നമ്മൾ നേപ്പാളിലൊക്കെ ഇപ്പോൾ സമരം നടക്കേണ്ടത് സോഷ്യൽ മീഡിയ, പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്കോ ചേമ്പർ എന്ന് വിളിക്കുന്ന ഒരു വലതുപക്ഷ ഇക്കോസിസ്റ്റത്തിൻ്റെ അകത്താണ് ഈ നവമാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് സെൻസർഷിപ്പിനെക്കാളും കൂടുതൽ വ്യാപകമായിട്ട് സെൻസർഷിപ്പാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ മറ്റ് മെക്കാനിസം, അതായത് രണ്ട് തരത്തിലാണ് വലതുപക്ഷം. ഒന്ന് സ്റ്റേറ്റ് ഉപയോഗിച്ചുള്ള സെൻസർഷിപ്പും, ഇതിൻ്റെ ഒരുപാട് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഉണ്ട്. അവരാണ് ഈ വലതുപക്ഷത്തെ എല്ലാ ലോകത്തെ എപ്പോഴും ഫാഷിസ്റ്റ് ഭരണം നിലനിൽക്കുന്നത് ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് കൂടിയാണ്. പല സംഘടനകളുണ്ട്, പല ഗ്രൂപ്പുകളുണ്ട്. അവർ വിന്യസിക്കുന്ന ഈ വളരെ വിധ്വംസക കണ്ടകണ്ടുണ്ട്. അത് പ്രചരിപ്പിക്കുന്നവർ യാതൊരു ബുദ്ധിമുട്ടില്ല. മറ്റൊരു കാര്യം, നമ്മൾ ബേസിക്കായ പ്രധാനം ഉണ്ടെങ്കിൽ നമ്മുടെ പറയാം സിന്തറ്റിക് ഇമേജിനെ കുറിച്ചാണ് പറയുന്നത്. ഈ വിദ്വേഷ പ്രസംഗവും അല്ലെങ്കിൽ വിദ്വേഷജനകമായിട്ടുള്ള കണ്ടെന്നുള്ള അത് സിന്തറ്റിക് ഇമേജ് ആവണമെന്നില്ല. നേരിട്ട് തന്നെ ആൾക്കാർ പറയുന്ന കാര്യം പ്രചരിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഒരു ബുദ്ധിമുട്ടില്ല. കാര്യം ഇപ്പോൾ നമുക്കൊരു ഇപ്പോൾ താജ്മഹലിനെ കുറിച്ചിട്ട് ഒരു വ്യാജമായ കണ്ടന്റ് ഉണ്ടാക്കിയാൽ, ഒരു വ്യാജമായ കണ്ടന്റ് ഉണ്ടാക്കിയാൽ അതൊരു വ്യാജ നിർമ്മിതമായ കണ്ടന്റ് അടിയിൽ എഴുതി വെച്ചാലും അത് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതൊരു ഇക്കോസിസ്റ്റമാണ്. ആ ഇക്കോസിസ്റ്റം ഭേദിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ആ ഇക്കോസിസ്റ്റം ഭേദിക്കാൻ AI നിയമം കൊണ്ടൊന്നും കാര്യമില്ല. കാര്യം ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ചോദിക്കാൻ വന്നത്. അതായത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡീപ്പ് ഫേക്ക് അല്ലെങ്കിൽ ഫേക്ക് അല്ലെങ്കിൽ വ്യാജങ്ങൾ, ഇതിനെയൊക്കെ അതിൻ്റെ പ്രൊപ്പഗേഷൻ, അതിൻ്റെ നിർമ്മിതി, ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് കൊണ്ടുവരുന്നത്. ഇപ്പുറത്ത് മനുഷ്യനിർമ്മിതമായ വ്യാജങ്ങൾ ധാരാളം ഉണ്ടാക്കാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ ഈ പണി ഇവിടെ ചെയ്തോളാം, ആ ധൈര്യം ഉള്ളതുകൊണ്ടായിരിക്കും ഇത് നിയന്ത്രിക്കാം എന്ന് തീരുമാനിക്കുന്നത്. ഇതവിടെ അനുസ്യൂതം തുടർന്നുള്ളല്ലോ. അതുകൊണ്ട് അനുസ്യൂതം തുടർന്നുകൊണ്ട് നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ AI കാര്യം ഒപ്പം നമുക്ക് കാണുന്നതിനും അൽഗോരിതംസ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ മാനിപ്പുലേഷൻസും ഡാറ്റ വഴിയുള്ള ഡാറ്റാബേസുകൾ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ എന്താ പറയുക ഓർഗനൈസ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെക്കാനിസം ഉണ്ടാക്കാനും ആൾക്കാരിലേക്ക് ആക്സസ് ചെയ്യാനും അവരുടെ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനും സ്വകാര്യത ആക്സസ് ചെയ്യാനുള്ള സംവിധാനം വേറെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതൊരു പക്ഷേ നമ്മുടെ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണില്ലെങ്കിലും നമുക്കറിയാവുന്ന രീതിയിൽ പലതരത്തിലുള്ള ഗവൺമെൻറ് നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ടും ഗവൺമെൻറ് പല മെക്കാനിസം ഭാഗമായിട്ടും ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഡാറ്റയിൽ പല വിന്യാസം നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ AI അല്ലെങ്കിൽ അൽഗോരിതത്തിൻ്റെ തന്നെ പ്രത്യക്ഷമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ്. അപ്പോൾ ഇതിന് പല വേർഷൻസ് നമ്മൾ പറയുന്നത് ഡീപ് ഫേക്ക് എന്ന് വിളിക്കുന്ന നമ്മൾ കാണുന്നതായിട്ടുള്ള ചില ഇമേജുകൾ പുനഃസൃഷ്ടിക്കുക, ആ ഇമേജ് ആൾക്കാർ അപകീർത്തിയോടെ, അതാണ് നിയന്ത്രണം തന്നെ. പക്ഷേ അല്ലാതെയുള്ള AI ഉപയോഗം വ്യാപകമായി നടക്കുന്നുണ്ട്. അവിടെയാണ് നേരത്തെ രാജീവ് പറഞ്ഞത് AI സംബന്ധിച്ചുള്ള റെസ്പോൺസിബിൾ AIയെക്കുറിച്ച് നിയമം കൊണ്ടുവരാനും അല്ലെങ്കിൽ റെഗുലേറ്ററി സംവിധാനം ഉണ്ടാക്കാനും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്കാണ് ഒരു സർക്കാർ വെക്കേണ്ട സ്റ്റെപ്പ്. അതായത് നിലനിൽക്കുന്ന സംവിധാനത്തിൽ AI വിന്യാസം പലതരത്തിലുണ്ട്. പലതരത്തിലുള്ള വിന്യസിക്കപ്പെടുന്നുണ്ട്. ഡാറ്റ മാനിപ്പുലേഷനും ഡാറ്റ ഉപയോഗത്തിനും ഡാറ്റ റീസ്ട്രക്ചർ ചെയ്യാനും തുടങ്ങിയ പല കാര്യങ്ങൾക്കും. ഇതിലൊക്കെ തന്നെ ഉത്തരവാദിത്തപൂർണ്ണമായിട്ടൊരു ഒരു നിലപാടെടുക്കാൻ വേണ്ടിയുള്ളൊരു നിയമം അല്ലെങ്കിൽ റെഗുലേറ്ററി സ്ട്രക്ചറും റെഗുലേറ്ററി ബോഡിയും അനിവാര്യമായിട്ടുണ്ട്. ഇപ്പോൾ ആ റെഗുലേറ്ററി ബോഡി പ്രധാനപ്പെട്ട കാര്യം. അവർക്കാണ് AI നടക്കുന്ന ഓരോ ആപ്പുകളും നാളെ AI ഡെവലപ്പ് ചെയ്യുന്ന ആപ്പുകൾ രജിസ്റ്റർ ചെയ്യാനും ആ ആപ്പുകൾ എന്തിനു വേണ്ടി എന്ത് ആവശ്യം ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ വ്യക്തമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിന്തറ്റിക് ഇമേജിൻ്റെ അടിയിലൊരു സാധനം കൊടുക്കും. പക്ഷേ ധാരാളം AI ബേസ്ഡ് ആപ്പുകളുണ്ട്. ആ ആപ്പ് എന്തിനു ഉപയോഗിക്കാൻ പറ്റും, എന്താണ് ആവശ്യം, അങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ഓരോ AI ആപ്പിനും നൽകുന്ന സ്ഥിതിയിലേക്ക് ഒരു റെഗുലേറ്ററി മെക്കാനിസം വേണം. അതിന് റെഗുലേറ്ററി ബോഡി വേണ്ടി വരും. ആ റെഗുലേറ്ററി ബോഡി രജിസ്റ്റർ ചെയ്യുന്ന ചില സജഷൻസ് ഇതിന് ലൈസൻസ് വേണം, ഈ പ്രൊഡക്റ്റിന് രജിസ്ട്രേഷൻ വേണം, ഈ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ആപ്പിന് ഇങ്ങനെയൊക്കെയുള്ള പല സജഷൻസ് നിലവിലുണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ ഇന്നവേഷൻ തടയുന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇന്നവേഷൻ തടയില്ല. കാര്യം എല്ലാ കാലത്തും എല്ലാ ടെക്നോളജികളും ഇന്നവേറ്റ് ചെയ്യുന്ന സമയത്ത് റെഗുലേറ്ററി ബോഡീസിന് റെഗുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റെഗുലേറ്റ് ചെയ്യപ്പെട്ടിട്ട് നമുക്ക് സമൂഹത്തെയും മനുഷ്യവംശത്തെയും ഒക്കെ തന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ ആ എല്ലാ ലോകത്തും ഒരു ടെക്നോളജി റെഗുലേറ്റ് ചെയ്യപ്പെടാതെ പോയിട്ടില്ല. എന്ന് വെച്ചാൽ ടെക്നോളജി റെഗുലേഷൻ ഇന്നോവേഷൻ തടയുന്നതല്ല. അതിനെ നൂതനവൽക്കരണത്തെയോ അതിനെ നവീനവൽക്കരിക്കുന്ന ഒന്നും തടയുന്നില്ല. മറിച്ച് അതിൻ്റെ വിന്യാസം എങ്ങനെയാണെന്നുള്ള കുറിച്ച് അറിയാനും അതിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തടയാനും ഒരു റെഗുലേഷൻ ആവശ്യമാണ്. അത് റെഗുലേറ്ററി ബോഡി തന്നെ വേണ്ടി വരും അതിനെങ്ങനെയാണെന്ന്. ആ റെഗുലേറ്ററി ബോഡി രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നതല്ല. കാര്യം തങ്ങൾക്ക് ആവശ്യമുള്ള സംവിധാനങ്ങൾ നടപ്പാക്കുക, തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയല്ല. പക്ഷേ ഒരു സ്വതന്ത്രമായ റെഗുലേറ്ററി ബോഡി ഇത്തരം ആപ്പുകളെ, പ്രത്യേകിച്ച് AI ബേസ്ഡ് ആപ്പുകളെ നോക്കുകയും AI ബേസ്ഡ് ഡെവലപ്മെൻറ്റ് നോക്കുന്ന കാര്യം വേണം. കാര്യം ഇത് കടന്നു വരാത്ത മേഖലകളില്ല. എല്ലാ മേഖലകളിലേക്കും AIയുടെ പല വിന്യാസങ്ങളും നടന്നു കഴിഞ്ഞിട്ടുണ്ട്.
അതിപ്പോൾ നിസ്സാര സ്ഥലത്ത് നിൽക്കുന്നതല്ല, അറിയാതെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അത് സർവേലൻസ്, സൂക്ഷ്മ പരിശോധന ആണെങ്കിലും നമ്മുടെ ആരോഗ്യ മേഖലയാണ് പല സ്ഥലത്തും ഇത് വിന്യസിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. ചിലപ്പോൾ അതിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ആ യാഥാർത്ഥ്യം മനസ്സിലായിക്കൊണ്ട് റെഗുലേറ്ററി ബോഡി വരുന്നത് നന്നായിരിക്കും. കാര്യം പുതിയ ഇന്നോവേഷൻസ് എല്ലാം തന്നെ നടക്കുന്ന ഈ AI ബന്ധപ്പെട്ട് പല മേഖലകളിലാണ്. നമുക്ക് ഡീപ് സീക്കോ അല്ലെങ്കിൽ ജെമിനി പോലെ ഇതുണ്ടായിരിക്കില്ലായിരിക്കാം, പക്ഷേ നമ്മൾ അതിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ ക്രോമിനെ തന്നെ മാറ്റാൻ അറ്റ്ലസ് പോലുള്ള പുതിയ സെർച്ച് എഞ്ചിൻ വരുന്നു, അങ്ങനെയുള്ള കാര്യം. അപ്പോൾ നമ്മുടെ എല്ലാ മേഖലയും വിദ്യാഭ്യാസ മേഖല വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖല എങ്ങനെയാണ് AI റെഗുലേറ്റ് ചെയ്യപ്പെടുക എന്നുള്ള കാര്യം ആലോചിക്കപ്പെടേണ്ട കാര്യമാണ്. കാര്യം ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ്, പൊതുവിദ്യാഭ്യാസ മേഖലയും AIയുടെ ഉപയോഗം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അതിനെ പലതരത്തിൽ ഉപയോഗിക്കണം. നമ്മൾ സർവ്വസാധാരണമായിട്ട് അസൈൻമെൻറ്റ് കൊടുക്കുന്ന ഉപയോഗം മുതൽ ഡാറ്റ ഉണ്ടാക്കാനും പല തീസുകൾ എഴുതാനും വരെ AI ഉപയോഗിക്കുന്ന സ്ഥിതിയാണെന്നുള്ളത്. അതെങ്ങനെ റെഗുലേറ്റ് ചെയ്യപ്പെടും എന്നുള്ള കുറിച്ച് വളരെ കൃത്യമായിട്ടൊരു ധാരണ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനും UGC ഒക്കെ തന്നെ ആലോചിക്കേണ്ട സ്ഥിതിയുണ്ട്. കാര്യം AI ഉപയോഗിക്കപ്പെടുന്നുണ്ട്, അത് ലാബുകളിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്, ഹ്യൂമാനിറ്റീസിൻ്റെ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, സോഷ്യൽ സയൻസ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്, അതിന് തീസുകൾ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം, നമ്മൾ മുമ്പിൽ പ്രത്യക്ഷം നടക്കുന്ന കാര്യമാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് വേണ്ടതെന്നൊരു റെഗുലേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും അവാന്തിച്ച് നിൽക്കുന്നത്, എന്താണ് വൈകുന്നതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറില്ല. ഇനിയിപ്പോൾ നേരത്തെ സൂചിച്ചാൽ റെഗുലേറ്ററി നിയമം ഉണ്ടാക്കി എന്നുള്ളതുകൊണ്ട് എല്ലാ പ്രശ്നം പരിഹരിക്കപ്പെടാനും പോകില്ല. കാര്യം അതിനെ അതിവർത്തിക്കാനുള്ള സാങ്കേതിക മുന്നേറ്റം നടക്കുന്നുണ്ട്. ഒരു റെഗുലേറ്ററി ബോഡി, സ്വതന്ത്രമായിട്ട് റെഗുലേറ്ററി ബോഡി ഇതിനെക്കുറിച്ച് എന്താ പറയുക കാര്യക്ഷമമായി പ്രവർത്തിക്കാനും ആലോചിക്കാനും സാങ്കേതിക വിദഗ്ധരും അതേസമയം നിയമജ്ഞർക്കുള്ള റെഗുലേറ്ററി ബോഡി തന്നെയാണ് ഒരു താൽക്കാലികമെങ്കിലും ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രായോഗികമായിട്ടുള്ള രൂപം അതിലേക്ക് പോകുന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അവസാനം ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ AIക്ക് വേണ്ടി പ്രത്യേക നിയമമോ പ്രത്യേക ചട്ടങ്ങളോ വേണമെന്ന് ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞില്ല, നിലനിൽക്കുന്ന ചട്ടങ്ങൾ തന്നെ അത് റൂൾ ചെയ്യാൻ ബാധക. ആ ചട്ടങ്ങൾ ഇപ്പോൾ 2021 കൊണ്ടുവന്ന ചട്ടങ്ങൾ തന്നെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. സുപ്രീം കോടതി കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇത് ചിലത് സ്വകാര്യതയുടെ ലംഘനമാണ്, ചിലത് സെൻസർഷിപ്പിന് പോലെയാണ്, അല്ലെങ്കിൽ ചിലത് പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റാണ്, ഇങ്ങനെ പല ആക്ഷേപങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്തിട്ട് സുപ്രീം കോടതിയിൽ കേസുണ്ട്, സുപ്രീം കോടതി നോട്ടീസ്, അത് തന്നെ ചോദ്യം ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അത് മതി ഈ AI കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങളൊക്കെ പരിഹരിക്കാനെന്നാണ് ഒരു വർഷം മുമ്പ് വരെ കേന്ദ്ര സർക്കാർ. ഇപ്പോൾ പെട്ടെന്ന് ഇത് കൊണ്ടുവരാൻ, ഇപ്പോൾ നേപ്പാളിൽ ജൻസി പ്രക്ഷോഭം ഉണ്ടാകുന്നു, ബംഗ്ലാദേശിലുണ്ടാകുന്നു, ശ്രീലങ്കയിൽ നേരത്തെ ഉണ്ടായ അന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കപ്പെട്ടിരുന്നു, മഡഗാസ്കറിലുണ്ടാകുന്നു, അങ്ങനെ പല ഭാഗത്ത് ഈ പുതിയ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ തെരുവിലിറങ്ങുകയും അവർ ഭരണത്തെ ചോദ്യം ചെയ്യുകയും അധികാരത്തെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി ഇവിടെ ആവർത്തിക്കേണ്ട എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ടാവും ഇതിൽ. അതിനകത്ത് തീർച്ചയായിട്ടും ഈ സമഗ്രാധികാര ഭരണകൂടങ്ങൾക്ക് ഈ പുതിയ പ്രൊട്ടക്ഷനെ കുറിച്ച് വലിയ ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ജൻസിയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ട്. കാര്യം ഒരു കാര്യമുണ്ട്, ഈ തലമുറ വിടവും വ്യാപകമാണ്. കാരണം പുതിയ തലമുറ നമ്മുടെ പ്രത്യക്ഷാനുഭവമുണ്ട്. കാര്യം ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും ഈ AIയുടെ മേഖല പലതും അജ്ഞാതമാണ്. വളരെ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ ഇതിൽ പല ടൂൾസും പെട്ടെന്ന് സ്വായത്തമാക്കുകയും അവരാണത് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തലമുറ വളർന്നു വരുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കാര്യക്ഷമം ഉപയോഗിക്കാൻ അറിയാം. അപ്പോൾ അവരാണെങ്കിൽ സമഗ്രാധികാരത്തൊന്നും അംഗീകരിക്കുന്ന തലമുറയല്ല. കാര്യം അവർ കുറച്ചുകൂടി വളരെ ലിബറലായിട്ടുള്ള ലോകത്തോ അല്ലെങ്കിൽ അവർ പുതിയൊരു ഡെമോക്രാറ്റിക് ലോകത്തോ സ്വപ്നം കാണുകയും അവരെ നിയന്ത്രണങ്ങൾക്ക് അധികം വിധേയമാവാൻ തയ്യാറുള്ള തലമുറയാണ്. ആ തലമുറയെക്കുറിച്ചുള്ള ആശങ്ക നമ്മുടെ എല്ലാ സമഗ്രാധികാര ഭരണകൂടങ്ങളും കൃത്യമായിട്ട് ആശങ്കയുണ്ട്. കാര്യം ഒരു ഭയമുണ്ട്, കാര്യം വലിയ ആശങ്ക നില. കാര്യം ഇത് പ്രതിഷേധം ഈ രൂപയിലാണ് രൂപപ്പെടുക, ഇതെങ്ങനെ രൂപപ്പെടുന്നു, ഈ രൂപപ്പെടുന്നത് തന്നെ സാധാരണഗതിയിൽ ഒരു പരമ്പരാഗത രീതിയിലല്ല. നമ്മൾ 2010 അറബ് സ്പ്രിംഗ് സമയത്ത് നമുക്കതിനെ മോണിറ്റർ ചെയ്യാൻ സംവിധാനം ഉണ്ടായിരുന്നു. കാര്യം സോഷ്യൽ മീഡിയ സ്പേസിന് ഇത് സോഷ്യൽ മീഡിയ അപ്പുറത്തേക്ക് കാര്യം പോകുന്ന തരത്തിൽ ഒരു AI വിന്യാസക്രമം എങ്ങനെയാണെന്നുള്ള കാര്യം അത് തന്നെ ഒരു അജ്ഞാതമാണ്, ആ രൂപപ്പെടലൊക്കെ. അപ്പോൾ ആ നിലയിൽ ഒരു സങ്കീർണ അവസ്ഥ ഈ ഭരണകൂടങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇത് പറയേണ്ട കാര്യം. ഞാൻ വേറെ കൂടി രാജ്യം പറഞ്ഞു, ഇതിനകത്ത് സംസ്ഥാന സർക്കാർ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ AI ബന്ധപ്പെട്ട കാര്യം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ പല മേഖലകളും എന്താ പറയുക, വിദ്യാഭ്യാസ മേഖലയിലും സർക്കാർ മേഖലയിലും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഫയൽ എഴുതാൻ പോലും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിലയിലൊക്കെ തന്നെ അത് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് ഉപയോഗിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഫയലിനൊരു റിമാർക്ക് എഴുതാൻ AI സഹായം ഉണ്ടെങ്കിൽ അത്രയും പണി ചുരുക്കാം. കാര്യം ഒരു പഴയ ഒരു ക്ലറിക്കൽ അസിസ്റ്റൻറ്റിൽ നിന്ന് വർഷങ്ങളോളം ടൈപ്പ് ചെയ്തുണ്ടാക്കേണ്ട ആവശ്യം, ചിലപ്പോൾ ആ പോയിന്റ് നോക്കി മറുപടി കൊടുക്കുന്ന നിമിഷങ്ങൾ മതിയായിരിക്കും. ഒരാഴ്ചയോ 2 ആഴ്ചയോ കെട്ടിക്കിടക്കുന്ന ഫയൽ ചിലപ്പോൾ AI സഹായത്തോടെ നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പല പോസിറ്റീവ് വശങ്ങളുണ്ട്. ആ നിലയിൽ നോക്കിക്കാണുന്നൊരു സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഒരു AI സംബന്ധിച്ച് റെഗുലേറ്ററി ബോഡി റെഗുലേറ്ററി ബോഡിയുടെ സംവിധാനം ഉണ്ടാക്കേണ്ട സമയം അനിവാര്യമായിരിക്കുന്നു. അങ്ങനെ ബോഡിയില്ല. ചില കമ്മീഷനുകൾ അല്ലെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂഷനകത്തൊക്കെ അന്വേഷണം നടന്നുണ്ടാവും. പക്ഷേ എല്ലാ അതിനെയൊക്കെ ക്രോഡീകരിക്കുന്ന വിധത്തിൽ ഒരു AIയുടെ ഒരു ബോഡി
അത് ഒരു കമ്മീഷനാവാം എങ്ങനെ ഉപയോഗിക്കണതിനെക്കുറിച്ച് നിർദ്ദേശങ്ങൾ കമ്മീഷനായിരിക്കും, അതും അനിവാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ നിയമത്തിൻ്റെ പരിധികൾക്ക് നിന്നുകൊണ്ട് ഇപ്പോൾ റെഗുലേറ്ററി ബോഡി ഉണ്ടാക്കാൻ ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല, പക്ഷേ സംസ്ഥാനത്ത് അതിൻ്റെ വിനിയോഗത്തെക്കുറിച്ചൊരു ബോഡി ഉണ്ടാക്കുന്നത് അനിവാര്യമായിട്ടുണ്ട്. അത് വൈകേണ്ട ആവശ്യമില്ല. കാര്യം അത്രമാത്രം ഉപയോഗം വന്നു കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ മേഖലയും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രമാത്രം ഇപ്പോൾ എഫിഷ്യൻ്റായി ഉപയോഗിക്കാൻ പറ്റുന്ന മേഖല എഫിഷ്യൻ്റായി ഉപയോഗിക്കുക, പക്ഷേ അതിൻ്റെ ആധിക്യം എന്ന സ്ഥലങ്ങളിൽ നിയന്ത്രിക്കപ്പെടുക, അതുപോലെ എങ്ങനെയാണ് തൊഴിലിനെ ബാധിക്കുക തുടങ്ങിയെക്കുറിച്ച് പഠിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നതും അത് നടപ്പാക്കുകയും ചെയ്യുന്നൊരു ഒരു ബോഡി, അപ്പോൾ ഏത് തരത്തിലാവാം, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റിയൊക്കെ പോലെ തന്നെ ഒരു ബോഡി അടിയന്തരമായിട്ട്, ഞാൻ ആ ബോഡി വരുന്ന സമയത്ത് വീണ്ടും കുറേ പഴയ റിട്ടയർ IAS ഇരിക്കുന്ന അർത്ഥമല്ല പറഞ്ഞത്. കാര്യം അവരുടെ അടുത്ത് തന്നെ വിട്ടുകൊടുത്ത് അവർക്ക് ഒരു പക്ഷേ ജെമിനിയോ അല്ലെങ്കിൽ ചാറ്റ് GPT ഒരു വേർഷൻ മൂലം ആൾക്കാരുടെ അടുത്തേക്ക് അത്യുന്നേ വരാൻ പോകണം. പക്ഷേ കുറച്ചും കൂടി ഇത് മനസ്സിലാക്കുന്ന ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനം, ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇതിൻ്റെ ആവശ്യങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഫലപ്രദമായി ഉപയോഗിക്കേണ്ടത്, എവിടേക്കാണ് നിയന്ത്രണം വേണമെന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട സമയം അനിവാര്യമായിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് കാര്യമായി ചെയ്യാൻ പറ്റും, അത് കൂടി നമ്മുടെ സംസ്ഥാന സർക്കാർ പരിഗണിക്കേണ്ട വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. റൈറ്റ്. എന്തായാലും കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന കണ്ടൻറ്റ്, അതുകൊണ്ടുണ്ടാവുന്ന പ്രയാസങ്ങൾ, ഉപദ്രവങ്ങൾ, ആക്രമണങ്ങൾ അല്ലെങ്കിൽ വ്യാജങ്ങളുടെ വിതരണവും ഒക്കെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ചില നിർദ്ദേശങ്ങൾ, ചട്ടങ്ങളിലുള്ള ഭേദഗതി നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് ജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാനുള്ള അവസരവും നൽകിയിട്ടുണ്ട്. ഇത് ഒരു ഫാഷിസ്റ്റ് സ്വഭാവമുള്ളൊരു ഭരണകൂടം ഇത് ജനങ്ങളെ നിയന്ത്രിക്കാനും ജനങ്ങളെ നിരീക്ഷിക്കാനും സെൻസർഷിപ്പിനും ഒക്കെ ഉപയോഗിക്കുമോ എന്നുള്ള സംശയം അവിടെ നിൽക്കെ തന്നെ ഈ പുതിയ സാങ്കേതിക വിദ്യകൾ ആളുകളെ വ്യക്തിഹത്യയ്ക്ക് ഒക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള സംഗതികൾ നമ്മുടെ മുമ്പിലേക്ക് ഇത് കൂടുതലായി വരുന്നൊരു ഘട്ടത്തിൽ ഇതിൻ്റെ ആവശ്യകത വളരെ പ്രധാനമാണ് എന്നത് ചൂണ്ടിക്കാണിക്കാതെ വയ്യ. അതോടൊപ്പം വ്യാജങ്ങൾ വലിയ തോതിൽ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇത് നിയന്ത്രിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് എന്ന വൈരുദ്ധ്യവും കൂടെ നമ്മൾ കാണാതിരുന്നുകൂടാ. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.